KSRTC ഡ്രൈവർ യദുവിൻ്റെ തനി സ്വരൂപം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അത് മനസ്സിലാകാതിരുന്നത് സംസ്ഥാനത്ത് മുഖ്യധാര മാധ്യമങ്ങൾ കാണും. മനസ്സിലാകാതിരുന്നതാണോ അതോ മനഃപൂർവ്വം മനസ്സിലാക്കാത്തതാണോ എന്ന് ചോദിച്ചാൽ രണ്ടാമത്തേനാണ് കൂടുതൽ പ്രാധാന്യം, കൂടുതൽ സാധ്യതയും. ഇത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാദിഭാഗത്ത് ഇടതുപക്ഷത്തുള്ള ഒരു വനിതയാണെങ്കിൽ ഇപ്പോൾ എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രതിക്ക് ഭാഗത്തായിരിക്കും സത്യമെന്ന് പറഞ്ഞ് പ്രചാരണം നടത്തുക. അതിപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒന്ന് KK ശൈലജ ടീച്ചറാണ്. KK ശൈലജ ടീച്ചറിനെതിരായിട്ട് വടകരയിൽ നടന്ന വ്യക്തിഹത്യ, ആ വ്യക്തിഹത്യക്കകത്ത് കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് പലപ്പോഴും മുഖ്യധാര മാധ്യമങ്ങൾ നിലപാടെടുത്തത്. പിന്നെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, അതിൽ ഡ്രൈവർക്കൊപ്പമായിരുന്നു, KSRTC ഡ്രൈവർക്കൊപ്പമായിരുന്നു. KSRTC ഡ്രൈവറുടെ വേറെ കുറച്ച് കാര്യങ്ങൾ, പണ്ട് നടന്ന കാര്യങ്ങൾ ഓരോന്നോരെ പുറത്തു വന്നപ്പോഴത്തേക്കും പിന്നെ പയ്യെ പുറമോട്ട് പോകേണ്ടി വന്നു. ഇന്നലെ നടി റോഷന പുറത്തുവിട്ട കാര്യങ്ങൾ സത്യമാണെന്ന് ഇന്ന് തെളിഞ്ഞതോടെ ഇപ്പോൾ മാധ്യമങ്ങൾ പൂർണ്ണമായിട്ടും പുറമോട്ട് പോയിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിൽ പൊളിഞ്ഞു വീണത് സംസ്ഥാനത്ത് മുഖ്യധാര മാധ്യമങ്ങളാണ്. അത് വീണ്ടും പൊളിഞ്ഞാണ്. നേരത്തെ ഒരുപാട് ഉദാഹരണമുണ്ട്, ഇപ്പോൾ വീണ്ടും പൊളിഞ്ഞിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് പുരോഗമന കലാസാഹിത്യത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുള്ള അശോകൻ ചെരുവിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ആ കുറിപ്പിനകത്ത് അവർ പറയുന്നത് വെച്ചാൽ വലതുപക്ഷ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തെ വനിതകളെ വല്ലാണ്ട് ഭയപ്പെടുന്നു എന്നാണ്. ആ വനിതകളെ തകർക്കാൻ വേണ്ടി എന്ത് തരം പരിപാടിക്കും അവർ തയ്യാറാകുന്നു എന്നാണ് അദ്ദേഹം ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നമുക്ക് ആ കുറിപ്പൊന്ന് വായിക്കാം. അതിൽ അദ്ദേഹം പറയുന്നിങ്ങനെയാണ്: വലത് മാധ്യമങ്ങൾ കേരളത്തിലെ സ്ത്രീ മുന്നേറ്റത്തെ ഭയപ്പെടുന്നു. തനിക്കെതിരെ നടന്ന അശ്ലീല പ്രദർശനത്തെ കയ്യോടെ ചോദ്യം ചെയ്തതിൻ്റെ പേരിലുള്ള മാധ്യമ വിചാരണയും ശിക്ഷയുമാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ലോകമെങ്ങുമുള്ള മലയാളികൾ ഏറ്റവും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പൊതുപ്രവർത്തകയാണ് KK ശൈലജ ടീച്ചർ. ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ പ്രചാരണത്തിനിടയിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ അവർക്കെതിരെ നടന്ന ലൈംഗിക ആവാസ സൈബർ ആക്രമണങ്ങൾ നാമും കണ്ടതാണ്. മുന്നിലേക്ക് വരുന്ന സ്ത്രീയെ അടിച്ചിരുത്താനുള്ള തീവ്ര ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് തീരെ ചെറിയ പ്രായത്തിൽ തന്നെ അസാമാന്യ നേതൃത്വ ശേഷി പ്രകടമാക്കിയ പെൺകുട്ടിയാണ് ആര്യ രാജേന്ദ്രൻ. അവർ തലസ്ഥാന നഗരത്തിൻ്റെ മേയർ പദവിയിലെത്തിയത് അതീവ വാത്സല്യത്തോടെയാണ് കേരളം കണ്ടത്. എന്നാൽ വിഷജീവികളായ ഒരുപറ്റം മാധ്യമങ്ങൾ തുടക്കം മുതൽ തന്നെ ആ കുട്ടിയെ തകർക്കാനാണ് ശ്രമിച്ചത്. ഒരു ദളിത് യുവാവിനെ പ്രണയിച്ചു വിവാഹം ചെയ്ത് തിരുവനന്തപുരത്തിന് ജാതി രാഷ്ട്രീയ സമവാക്യങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിച്ച കുറ്റവും അത്തരക്കാർ ആര്യയിൽ കാണുന്നുണ്ട്. കണ്ടക്ടർ യദുവിനെ ഗോവിന്ദച്ചാമിയും പോലുള്ള ലൈംഗിക ആവാസന്മാർ ഏത് കാലത്തും ഏത് സമൂഹത്തിലും ഉണ്ടാകും. അവരെ നിലയ്ക്ക് നിർത്താനുള്ള ജാഗ്രത പൊതുവെ കേരളീയ സമൂഹത്തിനുണ്ട്. പക്ഷേ മോദിക്ക് കീഴടങ്ങിയ അടിമ മാധ്യമങ്ങൾക്ക് സ്വാഭാവികമായും അത്തരമൊരു കാഴ്ചപ്പാടില്ല. വഷളന്മാരെ വാഴ്ത്തുന്ന മാധ്യമങ്ങൾ കേരളത്തിന് ദുരന്തമായി മാറിയിരിക്കുന്നു. ആര്യയും ശൈലജ ടീച്ചറും ഉണർന്നു മുന്നേറി വരുന്ന കേരളീയ സ്ത്രീത്വത്തിൻ്റെ മഹനീയ പ്രതീകങ്ങളും പ്രതിനിധികളുമാണ്. സ്വാതന്ത്ര്യം കിട്ടി 3/4 ശതാബ്ദം പിന്നിട്ടും രാജ്യത്തെ സ്ത്രീജനത അടിമത്തത്തിൽ കഴിയുകയാണ്. പെൺജന്മം ഒരു ശാപമായി കണക്കാക്കപ്പെടുന്നു. മാതാവിൻ്റെ ഉദരത്തിൽ തന്നെ അവൾക്കെതിരെ വേട്ടയും കൊലയും ആരംഭിക്കുന്നുമുണ്ട്. മനുസ്മൃതി പ്രത്യയശാസ്ത്രമായി കരുതുന്നവർ രാജ്യത്ത് അധികാരത്തിൽ എത്തിയതോടെ ചിറക് വിരുത്തി പറക്കാനുള്ള അവളുടെ അവസാന ശ്രമവും പാഴാകുന്നു. കേരളത്തിൽ തീർത്തും വ്യത്യസ്ത സാഹചര്യമാണുള്ളത്. നവോത്ഥാനത്തിൻ്റെയും സംഘടിത തൊഴിലാളി മുന്നേറ്റത്തിൻ്റെയും സത്ഫലങ്ങൾ സ്ത്രീയെ അടുക്കളയുടെയും കിടപ്പറയുടെയും നരകത്തിൽ നിന്ന് ജനാധിപത്യത്തിൻ്റെ അരങ്ങിലെത്തിച്ചിരുന്നു. കുടുംബശ്രീ പ്രവർത്തനങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 50% ഫലത്തിൽ അതിലേറെ പങ്കാളിത്തം ഉണ്ടാക്കിയ മുന്നേറ്റവും സമൂഹത്തിൽ കൃത്യമായി ദൃശ്യപ്പെടുന്നുണ്ട്. സ്വജീവിതത്തെ ആസ്വദിക്കാനും ആവിഷ്കരിക്കാനുമുള്ള സ്ത്രീ സർഗാത്മകതയുടെ രംഗവേദിയായി ഇന്ന് കേരളം മാറിയിരിക്കുന്നു. വിദ്യാഭ്യാസത്തിലും ശാസ്ത്രത്തിലും കലയിലും സാഹിത്യത്തിലും കേരളത്തിലെ വനിതകൾ നേടിയ മികവ് കൃത്യമാണ്. പൊതുസമൂഹത്തിലുള്ള അവളുടെ കടന്നുകയറ്റം ഇന്ന് ഏറെ ദൃശ്യപ്പെടുന്നു. എല്ലാ പൊതു ഇടങ്ങളിലും അവളുണ്ട്. പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായി പൂരങ്ങളിലും പെരുന്നാളുകളിലും മറ്റും ഒറ്റയ്ക്കും കൂട്ടായി കാണുന്ന സ്ത്രീ സാന്നിധ്യം, മേളങ്ങളിലും ഉത്സവ ഘോഷയാത്രകളിലും ആടിത്തമർക്കുന്ന പെൺകുട്ടികൾ, നാടകം സഞ്ചരിക്കുന്ന കൈകുട്ടിക്കളി, വട്ടക്കളി, നാടൻപാട്ട് സംഘങ്ങൾ, അവൾ ജീവിതത്തെ തിരിച്ചുപിടിക്കുകയാണ്. പക്ഷേ ഇതൊന്നും രാജ്യത്ത് പൊതുവെ പുനരുദ്ധാനം ചെയ്തു വരുന്ന മനുവാദി ബ്രാഹ്മണിസ്റ്റ് പൗരോഹിത്യത്തിന് തൃപ്തിയുള്ള കാര്യമല്ല. ദളിതനും സ്ത്രീക്കും അവർ സ്ഥാനം നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. അതിനപ്പുറത്ത് കടക്കുന്നവളെ അവർ തകർക്കും, ആക്ഷേപിക്കും, അസഭ്യം പറയും. അശ്ലീലമായ ആംഗ്യങ്ങൾ കൊണ്ട് ബലാത്സംഗം വരെയുള്ള ആയുധങ്ങൾ അവരുടെ പക്കലുണ്ട്. ബലാത്സംഗം ഒരു യുദ്ധതന്ത്രമായി ഗുജറാത്തിൽ വികസിപ്പിച്ചെടുത്ത ഒരു മാന്യനാണല്ലോ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്.
സംഘപരിവാറിനും അവർ നിർമ്മിക്കുന്ന വർണ്ണവ്യവസ്ഥയിൽ അധിഷ്ഠിതമായ മതരാഷ്ട്രത്തിനു വേണ്ടിയും നിലകൊള്ളുന്നവരാണ് കേരളത്തിലെ വലത് മാധ്യമങ്ങൾ. ഫ്യൂഡൽ യാഥാസ്ഥിക സംസ്കാരത്തിൻ്റെ തോട് പൊട്ടിച്ച് മുന്നേറാൻ ശ്രമിക്കുന്ന സ്ത്രീയെ അവർ ചതയ്ക്കാൻ ശ്രമിക്കും. ആര്യ രാജേന്ദ്രൻ നേരെ നടക്കുന്ന മാധ്യമ കടന്നാക്രമണം ഇതാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരം പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അവസാനിക്കുന്നത്. വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, സംസ്ഥാനത്തെ വലത് മാധ്യമങ്ങൾക്ക് സ്ത്രീ മുന്നേറ്റത്തെ ഭയങ്കര ഭയമാണ്. അത് ശ്രദ്ധേയമായ കാര്യമാണ്. എന്നുവെച്ചാൽ തുടർച്ചയായിട്ട് വലത് മാധ്യമങ്ങൾ ഉന്നം വെക്കുന്നത് ഇടതുപക്ഷത്തെ സ്ത്രീകളെയാണ്. അത് ഒരുപാട് ഉദാഹരണമുണ്ട്. ആര്യ ഒരു ഉദാഹരണമാണ്, കെ ശൈലജ ടീച്ചർ ഒരു ഉദാഹരണമാണ്, ജോസഫൈൻ ഒരു ഉദാഹരണമായിരുന്നു. അങ്ങനെ ഒരുപാട് ഉദാഹരണമുണ്ട്. മുന്നേറി വരുന്ന സ്ത്രീകളെ അവർ വ്യക്തമായിട്ട് ഉന്നം വെക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണ് ആര്യക്കെതിരായിട്ടുള്ള ഈ ആക്രമണം. മാത്രമല്ല, ന്യായം ആരുടെ ഭാഗത്താണെന്ന് തെളിഞ്ഞു വന്നിട്ട് കൂടിയും ഇപ്പോഴും അത് പറയാൻ പലരും തയ്യാറാകുന്ന കാര്യം എടുത്ത് തന്നെ പറയേണ്ടിയിരിക്കുന്നു.